വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ലബനൻ നടുങ്ങി വിറച്ചു. ഹിസ്ബുള്ള നേതാക്കൾ പരിഭ്രാന്തരായി. ഞെട്ടിൽ നിന്നും മോചിതരാവാതെ ഹിസ്ബുള്ള മെമ്പേഴ്സ്. ലബനിലുടനീളം പേജറുകൾ പൊട്ടിത്തെറിച്ചു. ഹിസ്ബുള്ള ഫൈറ്റേഴ്സ് അടക്കം 3000-ത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റു. 10-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 301-ലധികം ആളുകളുടെ നില ഗുരുതരമായി തുടരുകയും ചെയ്യുന്നു. ഹിസ്ബുള്ള മെമ്പേഴ്സ് ഉപയോഗിച്ചിരുന്ന പേജറുകൾ ഒരേ സമയത്ത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. എവിടെയൊക്കെ ഹിസ്ബുള്ള ഫൈറ്റേഴ്സ് പേജറുമായി എൻഗേജ്ഡ് ആയിരുന്നോ അവിടെയെല്ലാം പൊട്ടിത്തെറികൾ ഉണ്ടായി. ഓഫീസുകളിൽ, വീടുകളിൽ, ആശുപത്രികളിൽ, മാർക്കറ്റുകളിൽ, എന്തിനേറെ എവിടെയെല്ലാം ആളുകളുടെ ഇടപെടൽ ഉണ്ടാകുന്നുവോ അവിടെയെല്ലാം സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇവിടെ ഹിസ്ബുള്ള ഇസ്രായേലുമായുള്ള ഒരു അലിഖിത കരാറിന് ഭംഗം വരികയാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന യാതൊരു ആക്രമണങ്ങളും ഉണ്ടാവരുത് എന്ന് അലിഖിതമായ ഒരു കരാർ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ലബനനിലെ ആശുപത്രികൾ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. 100 കണക്കിന് ആശുപത്രികളാണ് അപകടത്തിൽപ്പെട്ടവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സുരക്ഷാ പാളിച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഇൻഫിൽട്രേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഹിസ്ബുള്ള ഫൈറ്റേഴ്സിനോടും ഹിസ്ബുള്ള മെമ്പേഴ്സിനോടും അവരാരും തന്നെ ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കരുതെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള നിർദ്ദേശിക്കുന്നത്. എന്നിട്ടും ഏറ്റവും വലിയ പരാജയമാണ് ഇപ്പോൾ ഹിസ്ബുള്ളക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ലബനനിൽ നടത്തിയിരിക്കുന്നത് ഏറ്റവും വലിയൊരു ഭീകര പ്രവർത്തനമാണ്. എന്നാൽ അമേരിക്കയോ ഇസ്രായേലിന്റെ മറ്റ് സഖ്യകക്ഷികളോ ഇത് അംഗീകരിക്കാൻ തയ്യാറായിരിക്കുകയില്ല. ഇതൊക്കെ ഭീകര പ്രവർത്തനമാകണമെങ്കിൽ അത് ഏതെങ്കിലും മുസ്ലിം രാജ്യത്തിൽ നിന്നോ മുസ്ലിം വ്യക്തികളിൽ നിന്നോ ആയിരിക്കണം സംഭവിക്കേണ്ടത്. ഇത് ഹിസ്ബുള്ളക്കേറ്റ ഏറ്റവും കനത്ത പ്രഹരം തന്നെയാണെന്ന് സമ്മതിക്കാതെ വയ്യ. ഹിസ്ബുള്ള അവരുടെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ പരാജയം ഇവിടെ ശരിക്കും തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. 100 കണക്കിന് ഹിസ്ബുള്ളയുടെ പ്രവർത്തകരാണ് ആശുപത്രിയിൽ ഗുരുതര പരിക്കുകളോടെ കിടക്കുന്നത്. 1000-ഓളം വരുന്ന പരിക്കുപറ്റിയവരിൽ 350-ലധികം ആളുകൾ ഗുരുതരാവസ്ഥയിലാണെന്ന് പറയുമ്പോൾ മരണസംഖ്യ ഇപ്പോൾ ഉള്ളതിനേക്കാൾ എത്രയോ അധികമാവാൻ സാധ്യതയുണ്ട്. അപകടത്തിൽ ഓരോരുത്തർക്കും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് പരിക്കുപറ്റിയിരിക്കുന്നത്. ചിലർക്ക് മുഖത്ത്, ചിലർക്ക് കൈകാലുകൾക്ക്, ചിലർക്ക് തുടയിലാണെങ്കിൽ മറ്റു ചിലർക്ക് വയറ്റിൽ. പേജർ ഉപയോഗിക്കുന്നതിനും അത് സൂക്ഷിക്കുന്ന സ്ഥലത്തിനുമനുസരിച്ച് ഓരോരുത്തർക്കും അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. വീഡിയോയിൽ നമുക്ക് കാണാനാവും ഫ്രൂട്ട് സ്റ്റാളുകളിൽ വരെ സ്ഫോടനം നടന്നിരിക്കുന്നു. ഈ സ്ഫോടനത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗവും ഇസ്രായേൽ ഗവൺമെന്റും അവരുടെ AI സംവിധാനങ്ങളും ശക്തിയുക്തം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഇതിന് സംശയമില്ല. കൂടാതെ അമേരിക്കയുടെ കൈകളും ഇതിൽ നിർണായകമായിരിക്കും. ലബനൻ സായുധ വിഭാഗമായി ഹിസ്ബുള്ളയെ മാനസികമായി തകർക്കുകയും ആ സന്ദർഭത്തിൽ ഹിസ്ബുള്ളയുടെ മേൽ വലിയ അളവിൽ ആക്രമണം നടത്താനുള്ള പദ്ധതിയുമായിരിക്കാം ഇസ്രായേലിന് ഇതിന് പിന്നിൽ. അതേസമയം ലബനീസ് ഗവൺമെന്റ് രാജ്യത്തെ മുഴുവൻ ഡോക്ടേഴ്സിനോടും നഴ്സുമാരോടും അവരുടെ സാന്നിധ്യം ഈ അത്യാഹിതം നേരിടുന്നതിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആശുപത്രികളൊന്നും വേണ്ടത്ര ഡോക്ടർമാരും നഴ്സുമാരുമില്ല. ഈ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാനുള്ള ശാന്ത പരിശ്രമത്തിലാണ് ആശുപത്രികൾ. തെരുവുകളിൽ ജനങ്ങൾ വല്ലാത്ത പരിഭ്രാന്തരാണ്. ആശങ്കാകുലരായ ആളുകൾ കൂട്ടത്തോടെ അവരുടെ വീടുകളിലേക്ക് ഓടിപ്പോവുകയാണ്. വളരെ പെട്ടെന്നാണ് തെരുവുകൾ ശൂന്യമായത്. ഈ സ്ഫോടനം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇസ്രായേൽ ആർമി പറഞ്ഞത് ഇസ്രായേലിന്റെ ഒരു മുൻ സീനിയർ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഒരു സ്ഫോടനത്തിലൂടെ കൊല്ലാനുള്ള ഹിസ്ബുള്ളയുടെ ശ്രമം പരാജയപ്പെടുത്തിയതായി. അതിനുകൂടിയുള്ള മറുപടിയായിരിക്കാം ലബനനിലെ സ്ഫോടന പരമ്പര. എന്നാൽ ഈ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് പേജർ സംവിധാനങ്ങൾ ഉപേക്ഷിക്കാൻ ലബനൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ലബനനിലുടനീളം ഹിസ്ബുള്ള പ്രവർത്തകർ ഉപയോഗിച്ച പേജറുകൾ പൊട്ടിത്തെറിച്ച് 10-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 3000-ഓളം ആളുകൾക്ക് പരിക്കുപറ്റുകയും ചെയ്തു. പരിക്കേറ്റവരിൽ 350 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ആസൂത്രിതമായി ഭീകരപ്രവർത്തനത്തിന്റെ ഉത്തരവാദികൾ ഇസ്രായേലാണെന്ന് ഹിസ്ബുള്ള ആവർത്തിച്ച് കുറ്റപ്പെടുത്തുന്നുണ്ട്. സ്ഫോടനത്തിൽ പരിക്കേറ്റവരിൽ 4 പങ്കും ഹിസ്ബുള്ള പ്രവർത്തകരാണ്. ഹിസ്ബുള്ള പറയുന്നത് 4 ദിവസങ്ങളിലുള്ള ഇസ്രായേലുമായുള്ള സംഘർഷത്തിലെ ഏറ്റവും വലിയ ഇന്റലിജൻസ് പരാജയമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നാണ്. ഇസ്രായേലിന്റെ സ്മാർട്ട് ഫോണുകൾ ഹാക്ക് ചെയ്യാനുള്ള കഴിവിൽ ഭയപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള തന്റെ സൈന്യത്തോട് സ്മാർട്ട് ഫോണുകൾ ഉപേക്ഷിക്കാൻ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇറാനിൽ പിന്തുണയുള്ള ഹിസ്ബുള്ള മിലീഷ്യ പേജർ മാത്രം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ അപകടം നടന്ന പേജറുകളെല്ലാം തന്നെ പുതുതായി സ്വന്തമാക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഈ പേജറുകളുടെ കോമ്പണന്റുകളിൽ എവിടെയോ ആയിരിക്കാം ഇസ്രായേൽ അവരുടെ ചതി ഒളിപ്പിച്ചു വെച്ചത്. അതിനുവേണ്ടി അവർ ചാരന്മാരെ ഉപയോഗിക്കുകയും ചെയ്തിരിക്കാം. ലബനനിലെ സ്ഫോടന പരമ്പരകളെ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹൈ ലെവൽ സുരക്ഷാ മീറ്റിംഗ് വിളിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മീറ്റിംഗിൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, ഉയർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ, സൈനിക തലവന്മാർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവരും സംബന്ധിക്കുന്നതായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു.
ഇസ്രായേൽ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചുറച്ചതാണെന്ന് തൊട്ടു മുൻപുള്ള ദിവസത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ഗസൻ യുദ്ധത്തിന്റെ ഈ ഘട്ടത്തിൽ പുതിയൊരു ലക്ഷ്യം കൂടി ഇസ്രായേലിന് നേടാനുണ്ടെന്നായിരുന്നു. അത് ലെബനൻ ബോർഡറിൽ നിന്നും വിട്ടുപോയ ഇസ്രായേലികളെ തിരികെ അവരുടെ വീടുകളിൽ എത്തിക്കുക എന്നതാണ്. അതിനർത്ഥം ഇസ്രായേൽ ലെബനുമായി ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറാവുകയോ അല്ലെങ്കിൽ ഇസ്രായേൽ ബോർഡറിൽ നിന്നും ഹിസ്ബുള്ളയുടെ മിലീഷ്യയെ നയതന്ത്രത്തിലൂടെ പിൻവലിക്കുകയോ ചെയ്യുക എന്നതായിരിക്കാം. ഈ പശ്ചാത്തലത്തിൽ ഇനി നയതന്ത്ര മാർഗം സാധ്യമാവാൻ തരമില്ല. അതിനാൽ ലെബനൻ ഇസ്രായേൽ സംഘർഷം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറാനാണ് ഈ കൂടുതൽ സാധ്യത. ഇസ്രായേലിന്റെ ആസൂത്രണത്തിലുള്ള ഈ ആക്രമണത്തിനെതിരെ ഏത് നിലയ്ക്ക് പ്രതികരിക്കുമെന്നോ എപ്പോൾ പ്രതികരിക്കുമെന്നോ ഹിസ്ബുള്ള ഒന്നും തന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദികൾ ഇസ്രായേലാണെന്ന് ഹിസ്ബുള്ള ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അതേസമയം മധ്യ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടത്തിനിടയിൽ 80-ലധികം പലസ്തീനികളെ കുഴിച്ചുമൂടപ്പെട്ടു എന്ന ദുഃഖകരമായ വാർത്ത പുറത്തുവരുന്നു. മധ്യ ഗസയിലെ അൽ ബുറൈജ് റഫ്യൂജി ക്യാമ്പിലെ ഒരു ബഹുമുഖ പാർപ്പിട സമുച്ചയത്തിൽ ഇസ്രായേൽ നടത്തിയ ബോംബിങ്ങിലാണ് ഈ ദഹന സംഭവം ഉണ്ടായത്. വീടുകൾ പരിപൂർണമായും തകർന്ന് തരിപ്പണമായി. സുരക്ഷാ പ്രവർത്തനങ്ങൾ അസാധ്യമാകുന്ന വിധത്തിൽ ആളുകൾ അതിലകപ്പെട്ടു. ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടതായി പറയുന്നു. മനുഷ്യന്റെ ക്രൂരത എന്തെന്ന് മനസ്സിലാവാത്ത പിഞ്ചു പൈതങ്ങൾ പോലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വംശഹത്യ എന്ന് പറയാവുന്നത്. നിഷ്കളങ്കരായ ഈ പൈതങ്ങളെയെങ്കിലും വെറുതെ വിട്ടുകൂടെ എന്ന ചോദ്യം ലോകത്തെവിടെ നിന്നും ഉയർന്നു കേൾക്കാവുന്നതാണ്.